സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര കോഴിക്കോട് നിന്നും പുറപ്പെട്ടു. നാളെ വൈകുന്നേരമാണ് കൊല്ലത്തെ കലോത്സവ വേദിയിലേക്ക് സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര എത്തുക. കഴിഞ്ഞ തവണ ആതിഥേയരായ കോഴിക്കോട് ജില്ല സ്വന്തമാക്കിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഇത്തവണ ആര് നേടും എന്നതിനുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി. കോഴിക്കോട് സ്വന്തമാക്കിയ ശേഷം ട്രഷറിയിൽ സൂക്ഷിച്ച സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് രാവിലെ 8:30 മാനാഞ്ചിറയിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെട്ടത്. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ എത്തും. 4-ാം തീയതി മുതൽ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. ഇന്ന് രാമനാട്ടുകര വരെ കോഴിക്കോട് ജില്ല DD ആണ് അതിന് നിർമ്മിക്കുന്നത്. അതിനുശേഷം മലപ്പുറം DD അത് ഏറ്റുവാങ്ങും. തുടർന്ന് തൃശ്ശൂർ DD, എറണാകുളം DD അങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെല്ലാ സംഘാടനങ്ങളും നടത്തിയിട്ടുണ്ട്. വളരെ വിപുലമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ പുനരാരംഭിക്കുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര വൈകിട്ടാണ് കൊല്ലത്തെ കലോത്സവ മത്സരവേദിയിൽ എത്തുക. കോഴിക്കോട് നിന്നും സ്വർണ്ണക്കപ്പ് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിലിന് കൈമാറി. സ്വർണ്ണക്കപ്പ് കോഴിക്കോട് തന്നെ ഇത്തവണയും ഉയർത്തണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞ മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് കൊല്ലത്തെ കലോത്സവം മികവുറ്റതായിരിക്കുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചു. നമ്മുടെ കുട്ടികൾ പൊരുതി നേടിയതല്ലേ, ആ പൊരുതിൽ നമ്മൾ ഈ കൊല്ലം വേണ്ടാന്ന് വെക്കോ? അതുകൊണ്ട് എന്തായാലും സമരം നമ്മുടെ മക്കൾ അടുത്ത കൊല്ലം തിരിച്ചു കൊണ്ടുവരും. കൊല്ലം നഗരത്തിൽ കൊല്ലം മേയർ വളരെ ശക്തിയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അനുഭവങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൂടെ സുഹൃത്തായതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായി സാധിക്കും. സ്കൂൾ കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് ക്യാമ്പ് ചെയ്താണ് ഏകോപിപ്പിക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന കലോത്സവത്തിന്റെ തനിമ ഒട്ടും ചോരാതെ പ്രേക്ഷകരിലെത്തിക്കാൻ കേരള വിഷൻ ന്യൂസും സജ്ജമായി കഴിഞ്ഞു. സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര കോഴിക്കോട് നിന്നും കൊല്ലത്തിന്റെ മണ്ണിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ മാസം 8 സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ആരായിരിക്കും ഈ കപ്പ് സ്വന്തമാക്കുക എന്ന് അറിയാനുള്ള നിമിഷങ്ങളാണ് ഇനി. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.